ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 6 സിമിലർ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 105 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഈ ക്വസ്റ്റ്യനിൽ 3 പാർട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 പാർട്ട് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാം, അതിനുശേഷം മൂന്നാമത്തേലേക്ക് പോകാം. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ആംഗിളുകൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ആ മറ്റ് ചുവന്നതും പച്ചയും ലൈൻസ്, നീലയും ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവ കട്ട് ചെയ്യുന്ന റേഷ്യോസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ ഫിഗറിനകത്ത് പേരൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ പേര് കൊടുക്കുന്നു. അതായത് ചുവന്ന വരയെ എ ബി എന്നും ബ്ലൂ ലൈനിനെ സി ഡി എന്നും അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ എം എന്നും കൊടുത്തു. ഇനി നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, സദൃശ്യമാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിലെ കോണുകൾ തുല്യമായ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആംഗിൾസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്താൽ അത് സിമിലർ ട്രയാങ്കിൾസ് ആയി. ഇവിടെ നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കോണുകൾ ആംഗിൾസ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് എഴുതാം. ആംഗിൾ എ സി എം ഈക്വൽ ടു ആംഗിൾ ബി ഡി എം ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് എടുത്തു. നമുക്കിവിടെ മെഷർ ഒന്നും തന്നിട്ടില്ല, അപ്പം നമുക്ക് എക്സ് എന്നും വൈ എന്നും സെഡ് എന്നും ഒക്കെ 3 ആംഗിളിനെ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ആംഗിളായിട്ട് എടുക്കുന്നത് ആംഗിൾ എ എം സിയും ആംഗിൾ ബി എം ഡിയുമാണ്. ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം, ഒരു എക്സ് ഷേപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് പോയിരിക്കുന്നത്. എം എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ വരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 ആംഗിളുകൾ തുല്യമായിരിക്കും. ഇതിനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് പേര് പറയുന്നത്. അതായത് വൈ ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്ന 2 ആംഗിളുകളും തുല്യമായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ നോക്കാം. ആംഗിൾ സി എ എമ്മും ആംഗിൾ ഡി ബി എമ്മും അതിനെ നമുക്ക് ഇസഡ് ഡിഗ്രി എന്ന് എടുത്തു. അത് തുല്യമായിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകളുടെയും സമ്മ് 180 ആണ്. അപ്പോൾ ഇസഡും തുല്യമായിരിക്കും. ഞാനിവിടെ 3 കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസ് എന്തായി? സിമിലർ ട്രയാങ്കിൾസ് ആയി. ഈ 3 ആംഗിൾസും സെയിം ആയതുകൊണ്ട്. ഇനി 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഓരോ ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ തുല്യമായിരിക്കും. ഇവിടെ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ എടുക്കുക. ആദ്യത്തെ ട്രയാങ്കിളിൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന എ എം ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബി എം ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എ എം ബൈ ബി എം ആണ്. ഇനി വൈ ഡിഗ്രി നോക്കുക. ആദ്യത്തെ ട്രയാങ്കിളിൽ വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എ സി ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബി ഡി ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എ സി ബൈ ബി ഡി ആണ്. ഇനി ഇസഡ് ഡിഗ്രി നോക്കാം. ഇസഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആദ്യത്തെ ട്രയാങ്കിളിൽ സി എമ്മും രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഡി എമ്മും ആണ്. അപ്പോൾ സി എം ബൈ ഡി എം ആയിരിക്കും. ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് ഈ 3 റേഷ്യോസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് ഒറ്റയടിക്ക് തന്നെ നമ്മൾ പ്രൂവ് ചെയ്തു. ഈ റേഷ്യോസ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. ഇനി ഈ ചോദ്യത്തിലെ മൂന്നാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഐഡിയ ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിനെ 3:4 എന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 അറ്റത്തും ഒരേ മെഷറുള്ള ആംഗിൾ വരയ്ക്കണം. അതിന് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെഷർ എടുക്കാം. ഞാനിവിടെ 60 ഡിഗ്രി എടുക്കുകയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു എൻ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യുന്നു. ഇത് 60 ഡിഗ്രി. അതേ ആംഗിൾ മെഷർ നമുക്ക് ഇപ്പുറത്തെ അറ്റത്തും താഴോട്ട് വരയ്ക്കണം. അപ്പം പ്രൊട്രാക്ടർ നേരെ തിരിച്ച് വെച്ചിട്ട് 60 ഡിഗ്രി വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് 60 ഡിഗ്രി. അത് നമ്മൾ ജോയിൻ ചെയ്യുന്നു.
ഇനി നമുക്ക് 3:4 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു സൈഡിലേക്ക് 3 സെൻറ്റിമീറ്റർ എടുക്കുക, മറ്റേ സൈഡിലേക്ക് 4 സെൻറ്റിമീറ്റർ എടുത്ത് അത് കോമ്പസിൽ അളന്നെടുക്കുക. അപ്പോൾ 3 സെൻറ്റിമീറ്ററാണ് നമുക്ക് ആദ്യം വേണ്ടത്. 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇതാണ് 3 സെൻറ്റിമീറ്റർ. ഇനി മറ്റേ സൈഡിലേക്ക് 4 സെൻറ്റിമീറ്ററും വരയ്ക്കണം. അപ്പോൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക. ഇത് മറ്റേ എൻഡ് പോയിന്റിൽ വെച്ചുകൊണ്ട് 4 സെൻറ്റിമീറ്ററും എടുക്കുക. അപ്പോൾ ഇതാണ് 4 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ 2 പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതേ നമ്മൾ ഫസ്റ്റ് സെക്കൻഡും പാർട്ടിൽ പഠിച്ച ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ തേർഡ് പാർട്ട് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ഈ ആംഗിൾ മെഷറും 60 ഡിഗ്രി തന്നെയാണ്, സെയിം ആംഗിൾ മെഷേഴ്സാണ്. 60 ഡിഗ്രി എടുക്കുക, എന്നിട്ട് 3:4 കട്ട് ചെയ്യാതെ 3/4 എടുത്ത് നമ്മൾ വരച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.